പ്രാർത്ഥന ഞങ്ങൾക്കൊരു കോട്ടയാണ്. നിങ്ങൾ കേട്ട ഈ കൊച്ചനുഭവ സാക്ഷ്യങ്ങൾ അത് ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്ന അനേകരിൽ ചിലർ മാത്രമാണ്. എല്ലാവരെയും കൊണ്ടുവന്ന് അങ്ങനെ പറയിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രയർ സെന്ററിനകത്ത് ആരെങ്കിലും വന്നു കഴിയുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയല്ല. അത് മാത്രമല്ല, ഞങ്ങളുടെ ആരാധനാലയത്തിനകത്ത് കാല് ചവിട്ടിയാൽ ഒരു ദൈവപ്രവൃത്തി വിളിക്കും. വിശുദ്ധി, വിശ്വസ്തത, ആഴമായ ദൈവവിശ്വാസം, ഇത് മൂന്നും ഞങ്ങളുടെ പ്രയർ സെന്ററിന്റെ ഫൗണ്ടേഷൻ. അതിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും വളരേണ്ടത് എന്ന് പഠിപ്പിക്കാൻ. ഈ 29-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ്, ഇന്ന് 27, നാളെ 28, 29-ാം തീയതി പ്രയർ സെന്റർ കർത്താവിന്റെ സന്നിധിയിൽ പാദത്തിൽ സമർപ്പിച്ച് ഞങ്ങള് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കൂടി വരുന്നവരെല്ലാം എന്റെ ഭവനത്തിനകത്താണ് കൂടി വരുന്നത്. ഇരിക്കാൻ സ്ഥലമില്ല. പ്രയർ സെന്ററില് ഏകദേശം 250-നടുത്ത് പേർക്കെങ്കിലും ഇരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ, അല്ല കേരളത്തിൽ, നാം കേൾക്കുന്ന വാർത്തകളും നമ്മെ തകർക്കുന്ന ന്യൂസുകളും ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഇതിനെന്താ പരിഹാരം? മോഡേൺ റിലീജിയൻ ആൻഡ് സെക്കുലർ മൂവ്മെന്റ്സോ ചാരിറ്റബിൾ വർക്കോ? എന്താ ഇതിന് പരിഹാരം? നീതിപാലകർ അവർ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ന്യായപാലകർ അവർ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ജുഡീഷ്യറി അത്യാവശ്യം എല്ലാവരെയും പിടിച്ച് റിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ നല്ലതാണ്. നമ്മുടെ സിസ്റ്റം എല്ലാം നല്ലതാണ്. നമ്മുടെ പീനൽ കോഡ് നല്ലതാണ്. പക്ഷേ അവിടെ കൊണ്ടൊന്നും ഒരു മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്താൻ പറ്റില്ല എന്ന്. ഒരു മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരണമെങ്കിൽ ഞങ്ങള് 2 പദങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്പർ 1 പ്രയർ, പ്രാർത്ഥന. നമ്പർ 2 ആശ്വസിപ്പിക്കുക. അതിനാണ് കൗൺസിലിംഗ് സെന്റർ ഞങ്ങൾ തുറന്നു. പ്രാർത്ഥിക്കുക, ആശ്വസിപ്പിക്കുക, സഹായിക്കുക. ദൈവം അവരുടെ കൂടെ, നമ്മളും അവരുടെ കൂടെ. അതാണ് അനുഗ്രഹ പ്രേസ്. നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി ഈ ആരാധനാലയത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. God bless you. God bless you. God bless you.